ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേവ് മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. കുറച്ച് സാഹചര്യങ്ങൾക്ക് നമുക്ക് ചെറിയ ഗ്യാപ്പൊക്കെ എടുക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലൻ ഇൻട്രസ്റ്റിംഗ് നൊസ്റ്റാൾജിക് ന്യൂസ് ഒക്കെ നമുക്ക് സമ്മാനിക്കുന്ന ഒരു അടിപൊളി കണ്ടന്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കണ്ടന്റ് ഇരിക്കുന്നത് ഇത് അപ്പുവിന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ കവറിന്റെ അകത്താണ് കേട്ടോ. ഇതിന്റെ അകത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം. നമ്മുടെ പൂച്ചയും വന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം പൂച്ചയാണ് കേട്ടോ. 1.5 ലക്ഷം ഒക്കെ വ്യൂ കിട്ടി പൂച്ചയാണ് ഈ പൂച്ച. അപ്പൊ പൂച്ച നമ്മുടെ വീഡിയോക്കകത്തുണ്ട് അല്ലേ പൂ? ഓക്കെ, അപ്പം ഈ കൂടിന്റെ അകത്താണ് കേട്ടോ നമ്മൾ നേരത്തെ നമ്മുടെ കണ്ടന്റ് അപ്പൂപ്പൻ താടിയാണ് കേട്ടോ. അപ്പം സാധാരണ എല്ലാവരും 1, 2, 3 അപ്പൂപ്പൻ താടിയൊക്കെ ഒന്നിച്ച് കിടക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലയായിട്ട് കിട്ടിയതാണ്. അപ്പൊ അത് കണ്ടപ്പം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്നാ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാൻ ഓർത്തല്ലേ അപ്പോ? അപ്പം ഇത് കുറെ അപ്പൂപ്പന്താടി ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നേരം നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. ഒരു കൊലയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്, നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ അപ്പൊ നമുക്ക് എടുത്തു നോക്കാം. ഈ അപ്പൂപ്പന്താടി ഇതാണ് കേട്ടോ സംഭവം. ഇത് ഇത്ര സാധനം ഉണ്ട് നമ്മുടെ നിലവില് അല്ലേ അപ്പോ? എങ്ങനെയുണ്ട് സംഭവം? സൂപ്പർ സെറ്റ് അപ്പൂപ്പന്താടി ഒന്നിച്ച് കണ്ടിട്ടുണ്ടോ? ഇത്രയും കണ്ടിട്ടുണ്ടോ ഒന്നിച്ച്? ഇന്നത്തെ കാലത്തെ പിള്ളേർക്കൊന്നും ഒരു പക്ഷേ അപ്പൂപ്പന്താടി എന്നൊക്കെ പറഞ്ഞാൽ എന്നാന്ന് അറിയത്തില്ലായിരിക്കും കേട്ടോ. അവർക്കൊക്കെ കാണാൻ വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ കൂടെ ആയിരിക്കും, ഇൻഫർമേറ്റീവ് വീഡിയോ കൂടെ ആയിരിക്കും ഇത്. അപ്പൊ നമ്മള് പതുക്കെ ചെയ്യാൻ ഇനി പിന്നെ ഒന്നിച്ചൊന്ന് പറപ്പിക്കാനൊക്കെ പോകാനോ കേട്ടോ. അല്ലേ അപ്പോ? പറപ്പിക്കണ്ടേ? ഇഷ്ടപ്പെട്ടോ? സംഭവം എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഒന്നിച്ചെടുക്കുമ്പോ ഈ പൂച്ചയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പൂച്ചയ്ക്ക് 1.5 ലക്ഷം വ്യൂ അല്ല, 3 ലക്ഷം മേലെ വ്യൂ ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ. സെലിബ്രിറ്റി ആണ്. അപ്പൊ പൂച്ചനെ പിടിച്ചവരുണ്ടല്ലേ അപ്പൊ? അപ്പൊ പിടിച്ചു നോക്കി ഇങ്ങനെ സംഭവം ഉണ്ട്. പിടിച്ചു നോക്കി ഇങ്ങനെ ഉണ്ടെന്ന്. ഇങ്ങനുണ്ട്. ഞെക്കിയാ പോവും. ഞെക്കല്ലേ നമുക്ക് പറപ്പിക്കാനുള്ള കേട്ടോ. ഞെക്കിക്കളയല്ലേ. അപ്പൊ നമുക്ക് ഇനി ഒന്ന് പതുക്കെ ഇനി പറപ്പിച്ച് നോക്കാം കേട്ടോ. സാധാരണ കണ്ടേക്കുന്ന ഒരു അപ്പൂപ്പന്താടി അല്ലെങ്കിൽ 2 അപ്പൂപ്പന്താടിയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പക്ഷെ ഇത് കണ്ടോ, ഇത്രയും നിങ്ങൾ ഒന്നിച്ച് കണ്ടിട്ടുണ്ടോ? അപ്പൂപ്പന്താടി ശരിക്കും ഉണ്ടാകുന്ന ഒരു മരത്തേലാന്ന് പറയുന്നു, പക്ഷെ വള്ളിച്ചെടിയിലാണെന്നും പറയുന്നുണ്ട്. അപ്പൊ സാധാരണ അപ്പൂപ്പന്താടി ഉണ്ടാകുന്ന ഒരു വള്ളിച്ചെടിയിലാണ് കേട്ടോ. അപ്പൊ വള്ളിച്ചെടിയിൽ ഒരു കായുണ്ട്, ആ കായ്ക്കകത്താണ് അപ്പൂപ്പന്താടി ഉണ്ടാകുന്നത്. ഇത് അതിന്റെ ആ കായുടെ ഒരു ഭാഗം നമ്മുടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ കായ്ക്കകത്ത് ഇതുപോലെ നല്ല ബൾക്കായിട്ട് അപ്പൂപ്പന്താടി ഇങ്ങനെ ഇരിക്കും. അത് ആ കാ പൊട്ടി കഴിയുമ്പോഴാണ് അപ്പൂപ്പന്താടി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പറന്നു വരുന്നത് കേട്ടോ. ഇനി ആ കാ തുറന്നാൽ അതിന്റെ അകത്ത് എങ്ങനെയാണ് അപ്പൂപ്പന്താടി ഇരിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് കാണാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ അപ്പൂപ്പന്താടി ഉണ്ടാകുന്ന ആ കായ ഉണ്ടല്ലോ, അപ്പം ആ കായ്ക്കകത്ത് അപ്പൂപ്പന്താടി ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് ആ കായ നമുക്ക് ഓരോ അപ്പൂപ്പന്താടി ഇങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പം അതിന്റെ ചോട്ടിൽ തന്നെ ഓരോ അപ്പൂപ്പന്താടിയുടെ ചോട്ടിലും ചെറിയ ഓരോ കാ പോലത്തെ സംഭവങ്ങളുണ്ട്. അപ്പം ആ അപ്പൂപ്പന്താടി ഓരോ സ്ഥലത്ത് നിന്ന് വീണാണ് അവിടെ പുതിയ അപ്പൂപ്പന്താടിയുടെ വള്ളിച്ചെടികളൊക്കെ കിളുത്ത് വരുന്നത് കേട്ടോ. അപ്പൂപ്പന്താടി മൊത്തം നമ്മൾ പറിച്ചെടുത്തു കേട്ടോ അതിൻ്റെ അന്ന്. അപ്പം അതിനുശേഷമുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഒരു ആ കായുടെ അകത്തെ നമ്മുടെ അപ്പൂപ്പന്താടി നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പൂപ്പന്താടി ഇരിക്കുന്ന ഒരു ഭാഗമാണ്. അത് മാത്രം അവശേഷിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ഷെല്ല് പോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അന്ന്. ഞങ്ങള് ഇതൊന്ന് ഊതി പറപ്പിക്കുവാണ് കേട്ടോ. പറപ്പിക്കാം. പറപ്പിച്ചു. ഇങ്ങോട്ടപ്പോ
ഇന്നത്തെ അപ്പൂപ്പന്താടിയുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അല്ലേ അപ്പോൾ ഓക്കെ. അപ്പം മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.